ഇത് നമ്മളൊരു റസിൻ ഫ്രെയിം ആണ് ചെയ്യുന്നത്. അത് മറ്റാർക്കുമല്ല, നമ്മളുടെ ചാനലിന് വേണ്ടിയിട്ടാണ്. 6 ഇഞ്ച് വരുന്ന ഒരു ഹെക്സഗൺ മോൾഡാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം നല്ല ഡീപ്പായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോൾഡാണ്. പക്ഷെ അത്രയും ഇതായിട്ട് ചെയ്യുന്നില്ല. ഒരു തിക്നെസ് കുറഞ്ഞ രീതിയിലുള്ളൊരു ഫ്രെയിമായിട്ടാണ് ചെയ്യുന്നത്. ഒരു മജന്തയും വയലറ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ബേസ് ആയിട്ട് കൊടുക്കുന്നത്. അത് സെറ്റായിട്ട് നമുക്ക് അടുത്ത ലെയർ ചെയ്യാം. നമ്മളുടെ പേര് ചെയ്തിരിക്കുന്നത് വിനയ് സ്റ്റിക്കേഴ്സിലാണ്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ചെയ്തതാ. ഞാനിത് പ്ലാൻ ചെയ്തിട്ട് ചെയ്തതൊന്നുമല്ല. എനിക്ക് വേറൊരു വർക്ക് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ബാക്കി കുറച്ച് റസിൻ വന്നപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചു. അപ്പോഴാണ് എനിക്ക് ഈ മോൾഡ് ഓർഡർ ചെയ്തിട്ട് വന്നത്. അപ്പോൾ ഞാൻ ഇതിൽ തന്നെ എന്തെങ്കിലും നമുക്ക് വേണ്ടി തന്നെ ചെയ്യാമെന്ന് പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ്. സെക്കൻഡ് ലെയർ ആയിട്ടാണ് നമ്മൾ ഈ പേരും അതേപോലെ തന്നെ ഈ ഫ്ലവേഴ്സും ഗ്രാസും അതൊക്കെ വെച്ച് കൊടുക്കുന്നത്. അത് ഞാനൊരു ബോക്സ് മേടിച്ചതായിരുന്നു, ഈ ഡ്രൈ ഫ്ലവേഴ്സിൻ്റെത്. ഇതൊരൊറ്റ ദിവസം കൊണ്ട് തീർത്ത വർക്കല്ല, കുറച്ച് ദിവസം എടുത്തിട്ട് ഓരോ ലെയറും ഓരോ ദിവസമായിട്ട് ചെയ്തെടുത്തതാണ്. ഫൈനൽ ലെയർ ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ സാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഫൈനൽ ലെയർ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. സാൻഡ് ചെയ്തതിൻ്റെ പുറത്തോട്ട് നമ്മൾ റെസിൻ ഒഴിക്കുമ്പോഴത്തേക്ക് അതിങ്ങനെ ക്ലിയർ ആയിട്ട് വരുന്നതാണ്. നല്ല ഭംഗിയാട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. ഓരോ ലെയർ ചെയ്ത് കഴിയുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് വന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. എന്തെങ്കിലും ഡസ്റ്റോ എയർ ബബിളോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന്. ലാസ്റ്റ് ഇതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ നമുക്ക് സങ്കടം വരാൻ പാടില്ലല്ലോ. ഈ ഫ്രെയിം നല്ല ഗ്ലാസ് ഫിനിഷിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.